ഇനി നമ്മൾ തിരുവനന്തപുരത്തെ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയിലേക്കാണ്. പരമ്പരാഗത സ്വർണം അടക്കം 2 കോടിയുടെ കവർച്ച നടന്നിട്ടും കവടിയാർ പാലസിലെ സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം എങ്ങും എത്തിയില്ല. പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണം നടത്തിയിട്ടും മോഷ്ടാവിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ഇതോടുകൂടി അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് നൽകാനാണ് സാധ്യത. 2 കോടിയുടെ കവർച്ച നടന്നിട്ടും കവടിയാർ പാലസിലെ സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം എങ്ങും എത്തിയില്ല. ഇതോടെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടിയോളം രൂപ മൂല്യം വരുന്ന പൗരാണിക ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുവാനും സാധ്യതയേറുകയാണ്. 2 കോടി രൂപ പ്രാഥമിക കണക്കാണെന്നും മൂല്യം ഇതിലും അധികമാകുമെന്നും പോലീസ് പറയുന്നു. ശേഷിക്കുന്ന ആഭരണങ്ങൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കൊട്ടാരത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് 2ാം നിലയിലെ കിടപ്പുമുറിയിലെ ഇരുമ്പലമാരയിലെ ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചത്. സുരക്ഷാ ജീവനക്കാരും CCTVയുമുള്ള കൊട്ടാരത്തിൽ പുറത്തുനിന്നുള്ളവർക്ക് മോഷണം എളുപ്പമാകില്ലെന്നും പോലീസ് കരുതുന്നു. ആഭരണങ്ങൾ പലപ്പോഴായി കടത്തിയിട്ടുണ്ടെന്നും സംശയമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണം നടത്തിയിട്ടും മോഷ്ടാവിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. CCTV കേന്ദ്രീകരിച്ചും സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പരിശോധിച്ചും അന്വേഷണം തുടരുമ്പോഴും പ്രതി കാണാമറയത്ത് തുടരുകയാണ്. മോഷണം നടന്നതായി കരുതുന്ന ഒക്ടോബർ നവംബർ കാലത്ത് കൊട്ടാരത്തിലെത്തിയ മുഴുവൻ പേരുടെയും പട്ടിക പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിനെത്തിയ യൂട്യൂബർമാരും പട്ടികയിലുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചും വിദേശത്ത് നിന്ന് കൊട്ടാരം സന്ദർശിക്കാൻ എത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങുകയാണെന്നാണ് പോലീസ് ഭാഷ്യം. ജനം, തിരുവനന്തപുരം.